അമ്മ എന്താ ഏട്ടാ വരാത്തത്? ഏട്ടന് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിക്കുവാ പകല് മൊത്തം. അമ്മ അവിടെ പോയി അമ്മാവൻ്റെ അടുത്ത് നിൽക്കും. അവര് ആങ്ങളെയും പെങ്ങളെയും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു രസം വേറെ അല്ലേ. എന്നാലും എത്ര ദിവസമായി പോയിട്ട്? അതൊക്കെ വരും. നീ ആ ഒഴിവിടുന്ന സമയത്ത് ആ PSCയുടെ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചെങ്കിലാ? ആ ബുക്ക് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും. ആ അത് ഈ മടിച്ചിയുടെ ലക്ഷണമാണ്. അതെ, ഇപ്പൊ ആ മറ്റേ സഹകരണം അവിടുത്തെ ജോലി എനിക്ക് കിട്ടുമോ? സഹകരണ സംഘത്തിലെ അത് നല്ല റെക്കമെൻഡേഷൻ വേണോടി. കാരണം ഒരുപാട് പേരില്ലേ, ഒരുപാട് പേര്. എത്ര പേരായിരുന്നു? ആ അത് തന്നെ, പിടിപാടുള്ളവർക്ക് കിട്ടും. നമുക്ക് നീ മര്യാദയ്ക്ക് ചുളിയിലുള്ള പരിപാടി ഒന്നും വേണ്ട. നമുക്ക് ശുപാർശ കത്ത് ഇതൊന്നും കൊണ്ടുനടക്കാനൊന്നും ഉള്ള ആളും ഇല്ല, അതിനുള്ള ഇതുമില്ല. നമുക്ക് നീ ചെയ്യേണ്ടത് നീ മര്യാദയ്ക്ക് ഇത് പഠിക്ക്, PSC പരീക്ഷ എഴുത്, നിനക്ക് കിട്ടും. അല്ലെ ബുക്ക് എടുത്തൊക്കെ ഉറക്കം വേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് കെട്ടിയനും കെട്ടിയോളും കൂടെ. ആ കളിയാ എന്ത് പറ്റി? പതിവില്ലാതെ ഒരു സന്ദർശനം? അല്ല പതിവില്ലാതെ വന്നോണ്ട് വെച്ചിട്ടുണ്ട് രാത്രി ഇങ്ങോട്ട്. എന്താ രാത്രി എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇവിടെ നീ വല്ല നിധിയൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലല്ലോ. ഓ ഇവിടെ ഒരു നിധി ഉണ്ടായിരുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പ് നീ അടിച്ചോണ്ട് പോയി. ഏയ് അടിച്ചോണ്ട് പോയെങ്കിലേ ഞാൻ അന്തസ്സായിട്ട് നോക്കണുണ്ട്, ചെലവിനും കൊടുക്കണുണ്ട്. ചെലവിന് കൊടുക്കണം? ആര്? രാത്രി ഇരുന്ന് വെളുപ്പടിക്കല്ലേ കനക കേട്ടാ. ആ എന്തായാലും മറ്റേ സഹകരണ സംഘത്തിലെ ജോലിക്ക് ശ്രമിച്ചിട്ട് ഇപ്പൊ തന്നെ കിട്ടും. അതൊന്നും കിട്ടത്തില്ല ക്ലീറ്റോ ചേട്ടാ, അവിടെ നിറച്ച ആളായിരുന്നു. അല്ല അതിനൊക്കെ റെക്കമെൻഡേഷൻ വേണം, ശുപാർശ കത്ത്, കാര്യങ്ങള്, പിടിപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നടക്കുള്ളൂ. അവിടെ അടുത്ത് പറഞ്ഞു വല്ല PSC പരീക്ഷ എഴുതി നോക്കാൻ പറഞ്ഞു. പിടിപാടാ? ആ പിടിപാട് വേണ്ടല്ലേ? അങ്ങനെ വേണമല്ലേ? പിന്നെ അതൊക്കെ വലിയ വലിയ ആൾക്കാർ ഇടപെടണം അതിനകത്ത്, എങ്കിലും കാര്യം നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇവിടെ അതും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് PSC പരീക്ഷ എടുത്ത് പഠിക്കടി, ബുക്ക് നോക്കടി എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരണം, എനിക്ക് സംഘത്തിൽ ജോലി കിട്ടും. നീ വലിയ വലിയ ആളുകളുടെ പിടിപാടുന്ന നീ ഉദ്ദേശിച്ചത് ഉണ്ടെങ്കിലേ കിട്ടൂ. രാഷ്ട്രീയക്കാരെ? ആ അപ്പൊ രാഷ്ട്രീയക്കാർക്ക് വിലയും നിലയും ഉണ്ടെന്നുള്ളത് നിനക്ക് ബോധം ഉണ്ടല്ലോ അല്ലേ? അതിനിപ്പോ അലി ഇത്ര ഇതാവേണ്ട കാര്യമില്ല. ഞാൻ അലിയന്റെ കാര്യമല്ല, നല്ല രാഷ്ട്രീയക്കാർ, പിടിപാടുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ അത് ശരി. എടേ ഇല്ലേലും നല്ല എന്റെ ജമന്തി യവൻ പിന്തിരിപ്പി, യവൻ പിന്തിരിപ്പൻ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ ഒരുത്തി തന്നെയാണ് അവിടെ ഉള്ളത്. പിന്തിരിപ്പി എന്ത് പറഞ്ഞാലും. എനിക്ക് എന്റെ മോളുടെ ഒരു ആവശ്യം വന്നാൽ ഞാൻ അങ്ങനെ നോക്കി വെറുതെ ഇരിക്കുകയൊന്നുമില്ല. തക്കളിയുടെ അവിടെ PT മീറ്റിംഗ് ഉണ്ട്, നീ പോണം അല്ലേ ഞാൻ പോവാം? കനക നീ തമാശ കളിക്കരുത്. നിനക്ക് ബന്ധങ്ങളുടെ വില വല്ലതും അറിയാമോ? ഞാൻ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ ചങ്ക് പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. ആ എനിക്ക് എൻ്റെ തക്കളി മോളെ പോലെ തന്നെയാണ് ജമന്തി. ജമന്തി ഒന്ന് എഴുന്നേറ്റ മോളെ. ആ ഇങ്ങോട്ട് വാ. കൈ നീട്ടി, രണ്ട് കൈ നീട്ടിക്കേ, രണ്ട് കൈ നീട്ടിക്കേ, ചേർത്ത് വെക്കങ്ങോട്ട്. സഹകരണ സംഘത്തില് ആ ജോലി ഉണ്ടല്ലോ, ആ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററാണ്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. എന്റെ മോളെ, ഇത് നീ നേരത്തെ പറഞ്ഞില്ലേ വലിയ വലിയ പിടിപാടുള്ള ആളുകൾ വേണമെന്ന് പറഞ്ഞില്ലേ? ഇതില് വലിയ പിടിപാടുള്ളവർ MLA കത്താണ്, ശുപാർശ കത്ത്. അത് അതിലും വലിയൊരാളല്ല, മന്ത്രി എന്ന് പറയും, അയാൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് അവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പം ആ വലിയ ആള് അതിന്റെ താഴെയുള്ള ആളിനെ വിളിച്ചു പറയും ഈ ജോലി ഈ കുട്ടിക്ക് കൊടുക്കണം. എന്താ അല്ലേ? എടേ ഞാൻ 10-15 കൊല്ലമായി കുടുംബത്തിലോട്ട് കയറി വന്നിട്ട് ഇന്നേ വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഭയങ്കര പരാതിയാ. ഇനിയിപ്പോൾ അത് പറയില്ലല്ലോ. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് കേട്ടാ, പക്ഷെ അതൊന്നും ഇവരെ ഓർമ്മയില്ല. പറയാൻ പറ്റില്ലായിരുന്നു, ഇത് പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓ വേണ്ട, ഇതിപ്പോൾ എനിക്ക് വേറെ ആൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ടൊന്നുമല്ല ഇത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എടാ എൻ്റെ മോളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട്. പിന്നെ എൻ്റെ ജോലി കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് നിന്റെ ജോലിയാണ്. എടേ ഇത് കൊണ്ട് മന്ത്രിക്ക് കൊടുക്കണം. മന്ത്രി ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിട്ട് ഇത് മന്ത്രിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. 6 മണി കഴിഞ്ഞ് അയാൾ തൊഴാനായിട്ട് അമ്പലത്തിലോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല, പിന്നെ എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രാവിലെ 6 മണിക്ക് ഇത് കൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം, എൻ്റെ അളിയനാണെന്നും പറയണം. എനിക്ക് അറിഞ്ഞൂടാ. അല്ല ക്ലീറ്റോ ചേട്ടാ, ഏട്ടൻ്റെ ഇവിടെ ക്ലീറ്റോ ചേട്ടനും കൂടെ ഒന്ന് പോകും. പിന്നെ ഞാൻ ഇനി എൻ്റെ പറയാൻ കിടക്കാം. ഇതിന് തന്നെ ഇന്ന് എത്ര സമയമുണ്ട്? നാളെ രാവിലെ കുട്ടനാട്ടിൽ നമ്മൾ പ്രളയത്തിന്റെ പിരിവ് തുടങ്ങാണ്ടേ? അത് ഇതുവരെ പിരിച്ചിരുന്നില്ലേ? എടേ അത് കഴിഞ്ഞ പ്രളയം, ഇതിനി വരാനിരിക്കുന്ന പ്രളയത്തിന് വേണ്ടിയിട്ട് മുൻകരുതൽ. നീ എന്ത് ചെയ്യും? പ്രളയം ഒറ്റ ദിവസം കൊണ്ടങ്ങ് തീരുന്ന പ്രളയം എപ്പോൾ വേണേലും വരാം. അവസാനം ആ വരണ സമയത്ത് ആളുകളെടുത്ത് പോയി നമ്മളിങ്ങനെ ബക്കറ്റും കൊണ്ട് പോയാണ്ടല്ലോ ഒന്നും കിട്ടൂല. അപ്പോഴെല്ലാവരും കഷ്ടപ്പാടിലായിരിക്കും. ഇത് മുൻകരുതൽ. ഇനി അടുത്ത വരണ പ്രളയത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ.
അപ്പോൾ കാര്യങ്ങളൊക്കെ ഓർമ്മ രാവിലെയൊക്കെ വിളിച്ചുണർത്തി വിടണം. വിട്ടോളാം. KCB-യിൽ പോകുമ്പോൾ തോന്നിയ പോലെ കയറി മന്ത്രിയെ കാണാൻ പോകരുത്. അയാളെ ജോലിക്ക് പോകും. 6 മണിക്കല്ലേ? 6 മണിക്ക് ഇവിടെ നിന്നല്ല, 6 മണിക്ക് അവിടെ എത്തണം. ഓ, അവിടെ എത്തണം. ആ കേട്ടാ. എന്ത് സന്തോഷക്കുറവ്? ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല എന്നൊക്കെ അല്ലേ നീ പറയണത്. ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടാ. നീ ചെലവുണ്ടേ? ആ ക്ലീറ്റോ ചേട്ടന്റെ മുഖത്ത് ആത്മവിശ്വാസം കണ്ടോ ഏട്ടാ? അതവൻ എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ നടന്നു ഇത് അതൊന്നും അല്ല, ഇത് നടക്കും. ഇങ്ങടുത്താണ് ഇത് വാർഡ് മെമ്പർക്കുള്ള കത്തായിരിക്കും. ഇങ്ങനെ യവനല്ലേ ആള്? എന്തിനാ ഇങ്ങനെ എതിര് ചുമ്മാ ആവശ്യമില്ല പൊട്ട. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇത് നടക്കുമെന്ന്. എടി ഇത് കൊടുത്താ മന്ത്രിക്കുള്ള കത്താ. നിങ്ങടുതാ. പിന്നെ ഇത് എല്ലാം തുടക്കത്തിൽ ഇങ്ങനെ തന്നെ അവന്റെ നടന്നു ഇങ്ങോട്ട് തന്നെ എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ. രാവിലെ പോകാനുള്ളതാ. ഇപ്പൊ കിടന്നാലേ 4:30 എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. വാ. ഇത്രയും വലിയ പിടിപാടണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വെച്ചപ്പോൾ വെറുതെ ചുമ്മാ പിടിവായത്തും പറഞ്ഞോണ്ടിരിക്കണം. ഇത് നടക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നടന്നെങ്കിൽ രക്ഷപ്പെട്ടെന്ന് അറിയാൻ മതി. നമ്മളിത്തിരി മെനക്കെട്ടാലും കുഴപ്പമില്ല. ഇതെടുക്കാൻ മറക്കല്ലേ. അത് അത്ര പോകല്ല. നല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ ഒരു കാര്യം രാവിലെ എന്നെ വിളിച്ചോളത്തിയാ മതി. വിളിച്ചൊക്കെ ഉണർത്താം. പിന്നെ ഏട്ടാ, എനിക്കും കൂടെ ജോലി ആയി കഴിയുമ്പോഴേ ഒരു സ്കൂട്ടർ എടുക്കണം. ജോലി കിട്ടട്ടെ. ജോലി കിട്ടുമെന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പായില്ലേ? ആ ശരി. അപ്പൊ സ്കൂട്ടർ എടുത്തിട്ടെന്തോ? ആരോടിക്കും? ഞാൻ ഓടിക്കും. അപ്പൊ ഞാൻ പുറകിരിക്കും. അത് നല്ല അപ്പൊ ഭാര്യ ഓടിക്കുമ്പോ അതല്ല, അത് കുഴപ്പമില്ല. പക്ഷെ ഭാര്യ ഓടിക്കുമ്പോ എന്റെ പുറകെ ഇരിക്കാനേ. ഫാസിലിന്റെ പുറകെ ഇരിക്കണല്ലേ? അതുപോലെ അങ്ങ് ഇരുന്നാ മതി. അതൊക്കെ നാണക്കേട്. ആളുകളുണ്ടാ എന്നെ പെണ്ണാളാന്ന് വിളിക്കും. ഏട്ടനല്ലേ ഏട്ടാ അങ്ങനെ ചിന്തിക്കണത്? എന്റെ പുറകെ ഇരുന്ന് ആദ്യം പോണം, പിന്നെ പതുക്കെ ഏട്ടനെ പഠിക്കണം. പെട്രോളിന്റെ പൈസയൊക്കെ അതിപ്പോ എനിക്കും കൂടെ ശമ്പളമൊക്കെ ആവത്തില്ലേ? വീട്ടിൽ ചെലവൊക്കെ ഏട്ടൻ നോക്കണം. പിന്നെ ബാങ്കിൽ അടക്കാനുള്ളതും പെട്രോൾ അടിക്കുന്നതൊക്കെ എന്റെ ശമ്പളത്തിൽ നിന്ന് പോവാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാത്തൂനും കൂടെ സഹായിക്കാമല്ലോ. ആ ചെറിയ എന്തെങ്കിലും കൊടുക്കാമല്ലോ. എന്തായാലും ക്ലീറ്റോ ചേട്ടൻ വഴിയല്ലേ ഈ ജോലി ശരിയാവുന്നത്. ഇതൊക്കെ ഇപ്പൊ പറയാം. ആൾക്കാരെല്ലാം ഇങ്ങനെയൊക്കെ പറയും. ആദ്യം ഒരു ജോലി മേടിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ പിന്നെ 100 ചെലവ്. അയ്യോ ചേച്ചി അത് കൊടുക്കണം, ചേച്ചി ഞാൻ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ വന്ന വഴിയൊന്നും മറക്കാത്ത. അപ്പൊ എന്തായാലും ഒരുപാട് സ്വപ്നമൊന്നും കാണണ്ട. ആദ്യം നടക്കട്ടെ കാര്യങ്ങൾ. ഇങ്ങനെ രാവിലെ ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി. ഇത് അലാറം പോയി. എൻ്റെ ആണെങ്കിൽ അതില്ല. എത്ര മണിക്ക് വെക്കണം? ഒരു 4-5 മണി. എത്ര മണി? ഒരു 4:30 വെക്കാം. എന്താണെന്നറിയോ, പോണ വഴിക്ക് അമ്പലത്തിലും കൂടെ കേറിട്ട് പോകും. നല്ല കാര്യത്തിന് പോണല്ലേ. ആ ശരി. അപ്പൊ അമ്പലത്തിൽ നീ വരണോ? ഞാൻ എങ്ങനെയാ വരുന്നത്? ഞാൻ പോയിക്കോളാം. ഞാൻ രാവിലെ അമ്പലത്തിലും കയറിയിട്ട് ഒരു കറക്റ്റ് 6 മണിയാകുമ്പോൾ അവിടെ ഉണ്ടാവണം. അല്ലേ ഈ പറഞ്ഞ ഈ മനുഷ്യൻ മക്കളെ നമ്മൾ എന്ത് ചെയ്യും? വെച്ചാ അലാറം വെച്ചാ. നീ എത്ര വെച്ചാൽ 4:30. എന്നാലും മനസ്സിലൊന്ന് പ്ലാൻ ചോദിച്ചോ. അപ്പൊ തന്നെ വിളിച്ചുണർത്തിയാൽ മതി.